കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 685. സൂറത്തു ത്വാഹ ആയത്തുകൾ 42 മുതൽ 76 വരെ. പേജ് നമ്പർ 1086. أعوذ بالله من الشيطان الرجيم. بسم الله. اذهب أنت وأخوك بآياتي ولا تنيا في ذكري اذهبا إلى فرعون إنه طغى فقولا له قولا لينا لعله يتذكر أو يخشى قال ربنا إننا نخاف أن يفرط علينا أو أن يطغى قال لا تخافا إنني معكما أسمع وأرى فأتياه فقولا إنا رسولا ربك فأرسل معنا بني إسرائيل ولا تعذبهم قد جئناك بآية من ربك والسلام على من اتبع الهدى إنا قد أوحي إلينا أن العذاب على من كذب وتولى قال فمن ربكما يا موسى قال ربنا الذي أعطى كل شيء خلقه ثم هدى قال فما بال القرون الأولى قال علمها عند ربي في كتاب لا يضل ربي ولا ينسى الذي جعل لكم الأرض مهدا وسلك لكم فيها سبلا وأنزل من السماء ماء فأخرجنا به أزواجا من نبات شتى كلوا وارعوا أنعامكم إن في ذلك لآيات لأولي النهى منها خلقناكم وفيها نعيدكم ومنها نخرجكم تارة أخرى ولقد أريناه آياتنا كلها فكذب وأبى قال أجئتنا لتخرجنا من أرضنا بسحرك يا موسى فلنأتينك بسحر مثله فاجعل بيننا وبينك موعدا لا نخلفه نحن ولا أنت مكانا سوى قال موعدكم يوم الزينة وأن يحشر الناس ضحى فتولى فرعون فجمع كيده ثم أتى قال لهم موسى ويلكم لا تفتروا على الله كذبا فيسحتكم بعذاب وقد خاب من افترى فتنازعوا أمرهم بينهم وأسروا النجوى قالوا إن هذان لساحران يريدان أن يخرجاكم من أرضكم بسحرهما ويذهبا بطريقتكم المثلى فأجمعوا كيدكم ثم أتوا صفا وقد أفلح اليوم من استعلى قالوا يا موسى إما أن تلقي وإما أن نكون أول من ألقى قال بل ألقوا فإذا حبالهم وعصيهم يخيل إليه من سحرهم أنها تسعى فأوجس في نفسه خيفة موسى قلنا لا تخف إنك أنت الأعلى وألق ما في
وألق ما في يمينك تلقف ما صنعوا إنما صنعوا كيد ساحر ولا يفلح الساحر حيث أتى فألقي السحرة سجدا قالوا آمنا برب هارون وموسى قال آمنتم له قبل أن آذن لكم إنه لكبيركم الذي علمكم السحر فلأقطعن أيديكم وأرجلكم من خلاف ولأصلبنكم في جذوع النخل ولتعلمن أينا أشد عذابا وأبقى قالوا لن نؤثرك على ما جاءنا من البينات والذي فطرنا فاقض ما أنت قاض إنما تقضي هذه الحياة الدنيا إنا آمنا بربنا ليغفر لنا خطايانا وما أكرهتنا عليه من السحر والله خير وأبقى إنه من يأت ربه مجرما فإن له جهنم لا يموت فيها ولا يحيا ومن يأته مؤمنا قد عمل الصالحات فأولئك لهم الدرجات العلى جنات عدن تجري من تحتها الأنهار خالدين فيها وذلك جزاء من تزكى. കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 686, സൂറത്ത് ത്വാഹ ആയത്ത് 42, പേജ് നമ്പർ 1086. ഇദ്ഹബ് അൻത വ അഖൂക ബിആയാതി, നീയും നിന്റെ സഹോദരനും എൻ്റെ ദൃഷ്ടാന്തങ്ങളുമായി പോവുക. വലാ തനിയാ ഫീ ദിക്രി, എന്നെ ഓർമ്മിക്കുന്നതിൽ നിങ്ങൾ വീഴ്ച വരുത്തരുത്. ആയത്ത് 43. ഇദ്ഹബാ ഇലാ ഫിർഔന, നിങ്ങൾ ഇരുവരും ഫിർഔന്റെ അടുക്കലേക്ക് പോവുക. ഇന്നഹു തഗാ, നിശ്ചയമായും അവൻ അതിക്രമകാരിയായിരിക്കുന്നു. ആയത്ത് 44. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന, എന്നിട്ട് നിങ്ങൾ ഇരുവരും അവനോട് സൗമ്യമായ വാക്ക് പറയുക. ലഅല്ലഹു യതദക്കറു ഔ യഖ്ഷ, അവൻ ചിന്തിച്ച് മനസ്സിലാക്കിയേക്കാം, അല്ലെങ്കിൽ ഭയപ്പെട്ടുവെന്ന് വരാം. അവൻ എത്ര വലിയ അക്രമിയാണെങ്കിലും നിങ്ങളുടെ ഉപദേശം ഫലപ്പെടുമെന്ന് നിങ്ങൾക്ക് ആശിക്കാവുന്നതാണ്. ലോകം കണ്ട ഏറ്റവും വലിയ ധിക്കാരി, നിങ്ങളുടെ ഏറ്റവും വലിയ രക്ഷിതാവ് ഞാനാണെന്ന് പറഞ്ഞവനോടാണ് സൗമ്യമായ പ്രബോധന ശൈലിയായിരിക്കണമെന്ന് കൽപ്പിക്കുന്നത്. എന്തൊക്കെയായിരുന്നാലും നിരാശപ്പെടേണ്ട. ഇവിടെ വ്യക്തമായ നിർദ്ദേശമുണ്ട്, സൗമ്യമായ ഭാഷയിലായിരിക്കണം ഉപദേശമെന്ന്. ആളുകൾ ശ്രദ്ധിക്കുന്ന വാക്ക് പറയണം. ഉപദേശം ഫലപ്പെടുകയില്ലെന്ന് ആശ മുറിയരുത്. ഉപദേശിക്കപ്പെടുന്നവൻ തള്ളിക്കളഞ്ഞാലും ഉപദേശിക്കുന്നവൻ കടമ നിർവഹിച്ചു എന്നത് ഒരു കാര്യമാണല്ലോ. ആയത്ത് 45. ഖാല റബ്ബനാ ഇന്നനാ നഖാഫു അൻ യഫ്റുത അലൈനാ ഔ അൻ യത്ഗാ, അവരിരുവരും പറഞ്ഞു, ഞങ്ങളുടെ രക്ഷിതാവേ, നിശ്ചയമായും അവൻ ഞങ്ങളുടെ മേൽ അവിവേകം ചെയ്യുകയോ അല്ലെങ്കിൽ അതിക്രമം കാണിക്കുകയോ ചെയ്യുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. ആയത്ത് 46. ഖാല ലാ തഖാഫാ ഇന്നനീ മഅകുമാ, അല്ലാഹു പറഞ്ഞു, നിങ്ങൾ ഇരുവരും ഭയപ്പെടേണ്ട, നിശ്ചയമായും നിങ്ങളോടൊപ്പം ഞാനുണ്ട്. അസ്മഉ വ അറാ, ഞാൻ കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. അവൻ്റെ അക്രമം നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ എൻ്റെ സംരക്ഷണത്തിലാണ്. ആയത്ത് 47. ഫഅ്തിയാഹു ഫഖൂലാ, അതിനാൽ നിങ്ങൾ ഇരുവരും അവൻ്റെ അടുക്കൽ ചെന്നിട്ട് പറയുക, ഇന്നാ റസൂല റബ്ബിക, നിശ്ചയം ഞങ്ങൾ നിന്റെ രക്ഷിതാവിൻ്റെ ദൂതന്മാരാകുന്നു. പേജ് നമ്പർ 1087. ഫഅർസിൽ മഅനാ ബനീ ഇസ്രായീല, അതിനാൽ ഇസ്രായേൽ സന്തതികളെ ഞങ്ങളോടൊപ്പം വിട്ടയച്ചു തരിക. വലാ തുഅദ്ദിബുഹും, നീ അവരെ മർദ്ദിക്കുകയും അരുത്. ഖദ് ജിഇനാക ബിആയത്തിൻ മിർ റബ്ബിക, ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നിട്ടുള്ളത് നിന്റെ റബ്ബിങ്കൽ നിന്നുള്ള ദൃഷ്ടാന്തവുമായാകുന്നു.
വസ്സലാമു അലാ മൻ ഇത്തബഅൽ ഹുദാ. നേർമാർഗം പിൻപറ്റിയവർക്കാണ് സമാധാനം. ആയത്ത് 48. ഇന്നാ ഖദ് ഊഹിയ ഇലൈനാ, നിശ്ചയമായും ഞങ്ങൾക്ക് ദിവ്യബോധനം നൽകപ്പെട്ടിരിക്കുന്നു. അന്നൽ അദാബ അലാ മൻ കദ്ദബ വതവല്ല, നിശ്ചയമായും കളവാക്കുകയും പിന്തിരിഞ്ഞു കളയുകയും ചെയ്തവർക്കാകുന്നു ശിക്ഷ എന്ന്. ആയത്ത് 49. ഖാല ഫമർ റബ്ബുകുമാ യാ മൂസ, ഫിർഔൻ ചോദിച്ചു, എന്നാൽ മൂസ നിങ്ങൾ ഇരുവരുടെയും റബ്ബ് ആരാണ്? ആയത്ത് 50. ഖാല റബ്ബുന അല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, അദ്ദേഹം പറഞ്ഞു, ഓരോ വസ്തുവിനും അതിൻ്റെ പ്രകൃതം നൽകുകയും പിന്നെ മാർഗദർശനം നൽകുകയും ചെയ്തവൻ ആരോ അവനാണ് ഞങ്ങളുടെ റബ്ബ്. ലോകത്തുള്ള സർവ്വ വസ്തുക്കളും പ്രത്യേകം രൂപത്തിൽ സൃഷ്ടിച്ചു. കോടാനുകോടി ജീവജാലങ്ങളെ നോക്കുക, ഓരോന്നിനും പ്രത്യേകം രൂപവും പ്രകൃതവും നൽകി. പിന്നെ എല്ലാറ്റിൻ്റെയും രക്ഷയ്ക്കും വളർച്ചയ്ക്കും ആവശ്യമായ ഉത്ബോധനം നൽകി. എല്ലാ സൃഷ്ടികൾക്കും പരമാണു മുതൽ നക്ഷത്രങ്ങൾ വരെ അവയുടെ അസ്തിത്വം നൽകി. നിലനിൽപ്പിന് ആവശ്യമായ എന്തെല്ലാം സൗകര്യങ്ങളും സാഹചര്യങ്ങളും ആവശ്യമാണോ അതെല്ലാം നൽകിയവനാണ് ലോകരക്ഷിതാവ്. ചെടികളും മരങ്ങളും അടക്കമുള്ളവയ്ക്കും ഓരോന്നിനും അതിൻ്റെതായ ധർമ്മമുണ്ട്. അതിസൂക്ഷ്മങ്ങളായ ഏകകോശ ജീവികൾ, പ്രാണികൾ, ജന്തുവർഗങ്ങൾ, കടലിലും കരയിലും വാനിലുമായി ജീവിക്കുന്ന അനേക കോടി ജീവിവർഗങ്ങൾ, എല്ലാറ്റിനും അവയുടേതായ സൃഷ്ടിപ്പിൻ്റെ ഘട്ടങ്ങളും ജീവസന്ധാരണ മാർഗങ്ങളും നൽകപ്പെട്ടിരിക്കുന്നു. ഉറുമ്പ്, തേനീച്ച മുതൽ എല്ലാ ജീവജാലങ്ങളും അവയുടെ കൂടുണ്ടാക്കുന്നതും ആഹാരം തേടുന്നതും വംശം വർദ്ധിപ്പിക്കുന്നതുമെല്ലാം അവയ്ക്ക് ജന്മന പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. കാട്ടിലെ എഞ്ചിനീയർ എന്നറിയപ്പെടുന്ന ബീവറുടെ ജീവിതം അത്യാശ്ചര്യകരമത്രേ. ഏകദേശം 1 മീറ്റർ നീളവും 18 കിലോഗ്രാം തൂക്കവുമുള്ള ബീവറിന് ഉറപ്പേറിയ നഖങ്ങളുള്ള മുൻകാൽ വിരലുകളുണ്ട്. ഇതുകൊണ്ട് മണ്ണിൽ കുഴിയുണ്ടാക്കാനും മരക്കൊമ്പുകളും ചില്ലകളും പിടിക്കാനും കഴിയും. ഓറഞ്ച് നിറമുള്ള മൂർച്ചയേറിയ ഒളിപ്പല്ലുകൾ കൊണ്ട് അത് മരം മുറിക്കും. വാലിൽ ചാരി പിൻകാലുകളിലിരുന്ന് മുൻകാൽ വിരലുകൾ കൊണ്ട് മരത്തിൽ പിടിച്ച് ഉളിപ്പല്ലുകൾ ഉപയോഗിച്ച് മരം കാർന്നു മുറിച്ച് തടികളും പിന്നെ കഷ്ണങ്ങളുമാക്കി മാറ്റുന്നു. മരക്കഷ്ണങ്ങൾ വെള്ളത്തിലൂടെ താഴോട്ട് കൊണ്ടുപോയി അത് തെരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് കല്ലും ചെളിയും ഉപയോഗിച്ച് വെള്ളത്തിൽ താഴ്ത്തി വെക്കും. ഇങ്ങനെ അണകെട്ടി ഉയർത്തി പാർപ്പിടത്തിലേക്കുള്ള വഴിയിൽ ശൈത്യകാലത്ത് മഞ്ഞുറഞ്ഞ് വഴിമുട്ടാതിരിക്കാനും ഭക്ഷണം കരുതി വെച്ചിടത്തേക്ക് പോകാനും പാകത്തിൽ ജലവിധാനം ഒരുക്കുന്നു. വിധാനം ഉയരാതിരിക്കാൻ തക്ക രൂപത്തിലുള്ള ഒരു വിള്ളലും അണക്കെട്ടിലുണ്ടാക്കും. വെള്ളം കെട്ടി നിർത്തിയ ശേഷം അതിനരികിലോ പ്രകൃതിയായുള്ള ചെറുതുരുത്തിലോ മരച്ചില്ലകൾ ചെളികൂട്ടി ഒട്ടിച്ചെടുത്ത് ചിരട്ട കമഴ്ത്തി ആകൃതിയിലുള്ള പാർപ്പിടം നിർമ്മിക്കുന്നു. വായുസഞ്ചാരമുണ്ടാകാൻ തണുപ്പുകാലത്തും മുകൾ ഭാഗം അടക്കില്ല. വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗത്തിന് അല്പം മുകളിലായിരിക്കും പാർപ്പിടം. വെള്ളത്തിനടിയിൽ മരക്കൊമ്പുകൾക്കടുത്തേക്കും വെള്ളത്തിൽ ഇതര ഭാഗങ്ങളിലേക്കും പാർപ്പിടത്തിൽ നിന്ന് നേരെ പോകാനുള്ള സൗകര്യമുണ്ടാകും. പാർപ്പിടത്തിൽ നിന്ന് മണ്ണിലൂടെ കുറച്ചു ദൂരം പോയി വെള്ളത്തിലേക്ക് തുറക്കുന്ന ഒരു തുരങ്കമാണ് പുറത്തേക്കുള്ള വഴി. ഈ കൂടിനകത്ത് ചൂട് ക്രമീകരിക്കാൻ വേണ്ട സംവിധാനമുണ്ടായിരിക്കും. പുറമേയുള്ള ചൂട് അകത്ത് ബാധിക്കുകയില്ല. എയർ കണ്ടീഷൻ ചെയ്ത വീടുകൾക്ക് സമാനമായ അന്തരീക്ഷമാണ് ബീവറുണ്ടാക്കിയ ഈ പാർപ്പിടത്തിലുണ്ടാകുക. നദിയുടെ ഒഴുക്കിൻ്റെ ഭാഗത്തേക്ക് തള്ളി നിൽക്കുന്ന ആർച്ച്, അതായത് വില്ലുപോലെ വളഞ്ഞ രൂപത്തിലുള്ള അണക്കെട്ടുകൾ ആണ് വെള്ളം തടഞ്ഞു നിർത്താൻ ഏറ്റവും യോജിച്ചത്. ഉദാഹരണം, ഇടുക്കി ആർച്ച് ഡാം. കേരളത്തിൽ മറ്റു ഡാമുകളുടെ കെട്ടുകൾ നീളത്തിലാണ്. ബീവർ ഇങ്ങനെ ആർച്ച് രൂപത്തിലാണ് കെട്ടുകൾ നിർമ്മിക്കുന്നത്. ബീവറിന് സൃഷ്ടാവ് പഠിപ്പിച്ച് എഞ്ചിനീയറിംഗിലേക്ക് എത്താൻ മനുഷ്യന് ഒരുപാട് കാലം വേണ്ടി വന്നു. ബീവറിനും സർവ്വ ജീവജാലങ്ങൾക്കും മാർഗദർശനം നൽകിയത്, വിസ്മയിപ്പിക്കുന്ന ഈ ജോലികൾ പഠിപ്പിച്ചത് സൃഷ്ടാവാണെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നു. ചിന്തിക്കുക, പരമാണു മുതലെല്ലാം കണിശമായ നിയമങ്ങൾ അനുസരിച്ചാണ് വർത്തിക്കുന്നത്. മഹാവിജ്ഞാന സാഗരത്തിലേക്ക് വഴി തുറക്കുന്ന ഒരു വാതിലിൻ്റെ താക്കോലാണ് ഈ സൂക്തമെന്ന് കാണാം. എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനാണ് അവൻ. ഇതെല്ലാം ചെയ്തതാരാണോ അവൻ തന്നെയാണ് ഞങ്ങളുടെ റബ്ബ്. അവൻ തീർച്ചയായും എല്ലാറ്റിൻ്റെയും റബ്ബായിരിക്കുവാൻ അർഹനാണ്. വേറെ ആരും അങ്ങനെയില്ല. ഈ മറുപടി തള്ളിക്കളയുവാൻ ആർക്കും സാധ്യമല്ല. അങ്ങനെ ഫിർഔൻ കുഴങ്ങി. അവൻ വേറെ ഒരു വഴിക്ക് തിരിഞ്ഞു, പൈശാചികമായ അനുകരണത്തിൻ്റെ വഴി. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 687.
സൂറത്ത് ത്വഹ ആയത്ത് 51, പേജ് നമ്പർ 1088. ഖാല ഫമാ ബാലുൽ ഖുറൂനിൽ ഉലാ, ഫിർഔൻ പറഞ്ഞു, അപ്പോൾ മുൻ തലമുറകളുടെ അവസ്ഥയെന്ത്? സമൂഹത്തിൽ നടപ്പുള്ള മഹാതെറ്റായ ചില കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ ആളുകൾ ചോദിക്കാറുണ്ടല്ലോ, ബാപ്പ ഉപ്പാപ്പമാരുടെയൊക്കെ സ്ഥിതി എന്ത്? അത് തന്നെയാണ് ഫിർഔൻ ചോദിച്ചത്. നിങ്ങൾ പറയുന്നതാണ് സത്യമെങ്കിൽ നമ്മുടെ പൂർവ്വപിതാക്കൾ എല്ലാവരും ദുർമാർഗത്തിലായിരുന്നു. പിതാക്കൾ ദുർമാർഗത്തിലായിരുന്നു എന്ന് സമ്മതിക്കാൻ ദുർമാർഗത്തിലുള്ളവർക്ക് സാധിക്കില്ല. ആയത്ത് 52. ഖാല ഇൽമുഹാ ഇൻദ റബ്ബി ഫി കിതാബ്, മൂസ പറഞ്ഞു, അവരെ പറ്റിയുള്ള അറിവ് എൻ്റെ റബ്ബിൻ്റെ അടുക്കൽ ഒരു ഗ്രന്ഥത്തിലുണ്ട്. ലാ യദില്ലു റബ്ബി വലാ യൻസ, എൻ്റെ റബ്ബ് പിഴച്ചു പോവുകയില്ല, അവൻ മറന്നു പോവുകയുമില്ല. പൂർവ്വപിതാക്കൾ കഴിഞ്ഞുപോയി, എനിക്ക് അതൊന്നും അറിയുകയില്ല. എന്നോട് ഈ ചോദ്യം ന്യായമല്ല. നമ്മുടെ രക്ഷാമാർഗം ഇന്നതാണെന്ന് ഞാൻ പറയുമ്പോൾ അതിന് തെളിവ് ചോദിക്കുകയല്ലാതെ മുൻഗാമികളുടെ അവസ്ഥയെപ്പറ്റി ചോദിക്കേണ്ട കാര്യമെന്ത്? പൂർവികരുടെ സ്ഥിതി നോക്കി അത് കണ്ണടച്ച് പിമ്പറ്റൽ ശരിയല്ലല്ലോ. അവർക്ക് വിവരം കിട്ടാത്തത് കൊണ്ട് അവർ ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹു മാപ്പാക്കി എന്ന് വരാം. നമ്മൾക്ക് വിവരം കിട്ടിയതിന് ശേഷം വ്യത്യാസം ചെയ്താൽ എങ്ങനെ ശരിയാകും? അതുകൊണ്ട് ഈ ചോദ്യം അനാവശ്യമാണ്. ആദ്യ ചോദ്യത്തിന് വിശദീകരണം നൽകാം. ആയത്ത് 53. അല്ലദീ ജഅല ലക്കുമുൽ അർദ മഹ്ദാ, ഭൂമിയെ നിങ്ങൾക്ക് തൊട്ടിലാക്കി തന്നവൻ ആണ് എൻ്റെ റബ്ബ്. പേജ് 1089. തൊട്ടിലാക്കി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സുഖമായി പാർക്കാൻ തക്കവണ്ണം സൗകര്യപ്പെടുത്തി തന്നു എന്ന് സാരം. ഒരു കുഞ്ഞു തൊട്ടിലിൽ കിടക്കുമ്പോൾ അവ അനുഭവിക്കുന്ന സംരക്ഷണവും ജീവിത സൗകര്യവും പോലെ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ അനുഭവിക്കാം. വസലക ലക്കും ഫിഹാ സുബുല, അതിൽ നിങ്ങൾക്ക് പല വഴികളും ഏർപ്പെടുത്തി തരികയും ഭൂമിയിൽ നടക്കാനും ഇരിക്കാനും ജോലി ചെയ്യുവാനും കടലിലും കരയിലും ആകാശത്തും യാത്ര ചെയ്യുവാനും അനുയോജ്യമായ രൂപത്തിലാക്കി തന്നു. ആകാശത്ത് നിന്ന് അവൻ വെള്ളം ഇറക്കുകയും അങ്ങനെ ആ വെള്ളം മൂലം നാം ഉൽപ്പാദിപ്പിച്ചു വ്യത്യസ്ത തരത്തിലുള്ള സസ്യങ്ങളിൽ നിന്നും ജോഡികളായി. മനുഷ്യൻ, ജീവിവർഗങ്ങൾ ഇവയെപ്പോലെ തന്നെ ഫലവർഗങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സ്ത്രീ പുരുഷ ജോഡികളായാണ് സസ്യവർഗങ്ങളിൽ നിന്നും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ് ഞങ്ങളുടെ റബ്ബ്. അതുകൊണ്ട് അവനെയാണ് ആരാധിക്കേണ്ടത്. ഫിർഔനെയോ ഫിർഔന്റെ ദൈവങ്ങളെയോ ആരാധിക്കാൻ യാതൊരു ന്യായവുമില്ല. ആയത്ത് 54. കുലു വർഔ അൻആമകും, നിങ്ങൾ തിന്നുക, നിങ്ങളുടെ കന്നുകാലികളെ മേയ്ക്കുകയും ചെയ്യുക. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഉലിന്നുഹാ, നിശ്ചയമായും അതിൽ ബുദ്ധിമാന്മാർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. ആയത്ത് 55. മിൻഹാ ഖലഖനാകും, ഭൂമിയിൽ നിന്നാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത്. വഫീഹാ നുഈദുകും, അതിൽ തന്നെ നിങ്ങളെ നാം മടക്കുന്നതുമാകുന്നു. വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ, ഇനി മറ്റൊരു പ്രാവശ്യം അതിൽ നിന്ന് തന്നെ നിങ്ങളെ നാം പുറത്തു കൊണ്ടുവരികയും ചെയ്യും. മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട് മണ്ണിൽ നിന്നുണ്ടാകുന്ന വിഭവങ്ങൾ ഭക്ഷിച്ച് ഒടുവിൽ മണ്ണിലേക്ക് തന്നെ മടക്കപ്പെടുന്നവരാണ് മനുഷ്യൻ. മനുഷ്യ ശരീരത്തിൻ്റെയും മണ്ണിൻ്റെയും മൂലഘടകങ്ങൾ ഒന്നു തന്നെയാണത്രേ. ആദ്യ മനുഷ്യനായ ആദമിനെ മണ്ണുകൊണ്ടാണ് പടച്ചത്. മരിച്ചു മണ്ണിൽ കുടിച്ചു മൂടപ്പെടുന്ന മനുഷ്യൻ വീണ്ടും മണ്ണിൽ ലയിച്ചു ചേരുന്നു. അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് രണ്ടാമതും മണ്ണിൽ നിന്ന് ജീവിപ്പിക്കുകയും ചെയ്യുമെന്നതിൽ ആർക്കും ഒരു സംശയവും വേണ്ട. ആയത്ത് 56. വലഖദ് അറൈനാഹു ആയാതിനാ കുല്ലഹാ, സത്യമായും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഴുവനും അവന് നാം കാണിച്ചു കൊടുത്തു. ഫകദ്ദബ വഅബാ, എന്നിട്ടും അവൻ കളവാക്കുകയും നിരസിക്കുകയുമാണ് ചെയ്തത്. പേജ് നമ്പർ 1090, ആയത്ത് 57. ഖാല അജിഅ്തനാ ലിതുഖ്രിജനാ മിൻ അർദിനാ ബിസിഹ്രിക യാ മൂസ, ഫിർഔൻ പറഞ്ഞു, ഏ മൂസ, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങളെ നിന്റെ ജാലവിദ്യ കൊണ്ട് പുറത്താക്കാൻ വേണ്ടിയാണോ ഞങ്ങളുടെ അടുക്കൽ നീ വന്നിരിക്കുന്നത്? ഇസ്രായേലിനെ മോചിപ്പിക്കാനാണെന്ന് പറഞ്ഞ് മൂസ വന്നിരിക്കുന്നത് തട്ടിപ്പാണ്. നമ്മുടെ അധികാരമൊക്കെ തകർത്ത് നമ്മളെ തുരത്താനാണ് ഇവൻ വന്നിരിക്കുന്നത്. അതിനാണ്
ഈ ജാലവിദ്യയൊക്കെ കാണിക്കുന്നത്? ജാലവിദ്യ ഞങ്ങളും കാണിക്കാം എന്ന് ഫിർഔൻ പറഞ്ഞു. ആയത്ത് 58. ഇതുപോലുള്ള ജാലവിദ്യയും കൊണ്ട് നിന്റെ അടുക്കൽ ഞങ്ങളും വരുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾക്കും നിനക്കുമിടയിൽ ഒരു നിശ്ചിത സമയം നിർണയിക്കുക. ഞങ്ങളും നീയും ആ നിശ്ചയം ലംഘിക്കരുത്. മക്കാനൻ സുവ, ഒരു മധ്യമമായ സ്ഥലത്തായിരിക്കട്ടെ അത്. ആയത്ത് 59. മൂസ പറഞ്ഞു, നിങ്ങളുടെ നിശ്ചിത സമയം അലങ്കാരത്തിന്റെ ദിവസമാകുന്നു. ആളുകളെ പൂർവാഹന സമയത്ത് ഒരുമിച്ച് കൂട്ടേണ്ടതാണ്. അലങ്കാരത്തിന്റെ ദിവസം എന്ന് പറഞ്ഞത് അവർ നാടാകെ അലങ്കരിക്കുകയും ആളുകളെല്ലാം പുതുവസ്ത്രമെടുത്തും ആഭരണമണിഞ്ഞും ചമഞ്ഞൊരുങ്ങുകയും ചെയ്യാറുള്ള ഒരു ഉത്സവ ദിവസമാണ്. അന്ന് അവർ ഒരു പ്രത്യേക മൈതാനത്ത് സമ്മേളിക്കാറുണ്ട്. അപ്പോൾ സ്ഥലവും സമയവും നിർണയിച്ചു. ജാലവിദ്യയെ ദൈവിക ദൃഷ്ടാന്തം നിഷ്പ്രഭമാക്കുന്നത് എല്ലാവരും കാണട്ടെ. കാണികൾ വർദ്ധിക്കുവാനും വിവരം നാടാകെ പ്രചരിക്കുവാനും വേണ്ടി മൂസാ നബി അലൈഹിസ്സലാം ഈ ദിവസം തിരഞ്ഞെടുത്തു. ഫിർഔൻ അതിൽ യോജിക്കുകയും ചെയ്തു. ആയത്ത് 60. അങ്ങനെ ഫിർഔൻ പിരിഞ്ഞുപോയി. എന്നിട്ട് അവൻ്റെ തന്ത്രങ്ങൾ സംഘടിപ്പിച്ചു. പിന്നെ അവൻ വന്നു. നിശ്ചയിക്കപ്പെട്ട സമയത്ത് ഫിർഔനും പരിവാരങ്ങളും ഹാജരായി. ആയത്ത് 61. മൂസ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് നാശം, അല്ലാഹുവിൻ്റെ മേൽ നിങ്ങൾ കളവ് കിട്ടിച്ചമക്കരുത്. ഏതെങ്കിലും ശിക്ഷ കൊണ്ട് അവൻ നിങ്ങളെ പാടെ നശിപ്പിച്ചേക്കും. കള്ളം കെട്ടിച്ചമച്ചുണ്ടാക്കിയവൻ നിശ്ചയമായും പരാജയപ്പെട്ടിരിക്കുന്നു. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തിർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 688, പേജ് നമ്പർ 1091. ഫിർഔൻ ഒരുമിച്ച് കൂട്ടിയ ജാലവിദ്യക്കാരോട് മൂസാ നബി അലൈഹിസ്സലാം കാര്യം വ്യക്തമാക്കി. എനിക്ക് അള്ളാഹു നൽകിയ ദൃഷ്ടാന്തം ജാലവിദ്യയാണെന്ന് നിങ്ങൾ പറയുന്ന പക്ഷം അത് അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടിപ്പറയലായിരിക്കും. അങ്ങനെ വല്ലതും നിങ്ങൾ പറഞ്ഞാൽ ഭയങ്കരമായ ശിക്ഷ കൊണ്ട് അവൻ നിങ്ങളെ സമൂലം നശിപ്പിച്ചു കളയും. കളവ് പറഞ്ഞിട്ട് യാതൊരു നേട്ടവും ഉണ്ടാവുകയുമില്ല. മറുപക്ഷത്ത് വന്ന ജാലവിദ്യക്കാരെ മൂസാ അലൈഹിസ്സലാം താക്കീത് ചെയ്തതാണ്. ദൃഷ്ടാന്തത്തെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണെന്ന് ബോധ്യപ്പെട്ടിട്ട് അത് അംഗീകരിക്കാൻ തയ്യാറാകലാണ് നിങ്ങൾക്ക് ഗുണകരം. ആയത്ത് 62. അപ്പോൾ അവർ തമ്മിൽ അവരുടെ കാര്യത്തിൽ ഭിന്നിച്ചു. അവർ രഹസ്യ സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അതായത് മൂസാ നബി അലൈഹിസ്സലാം പറയുന്നത് കേട്ടപ്പോൾ ജാലവിദ്യക്കാരിൽ ചിലർക്ക് ആധിയായി. ഈ നിലയിൽ ഉപദേശിക്കുന്ന മനുഷ്യൻ ഒരിക്കലും ജാലവിദ്യക്കാരനാവുകയില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തെ നാം എതിർക്കുന്നത് ശരിയല്ല എന്ന്. മറ്റു ചിലരുടെ ആലോചന നാം പരാജയപ്പെട്ടാൽ എന്തു ചെയ്യുമെന്നായിരുന്നു. ഒടുവിൽ അവരുടെ ദുരഭിമാനം അവരെ ഒരു തീരുമാനത്തിലെത്തിച്ചു. എതിർത്ത് നോക്കുക തന്നെ. ആയത്ത് 63. അവർ പറഞ്ഞു, തീർച്ചയായും ഇവർ രണ്ടാളും ജാലവിദ്യക്കാർ തന്നെയാകുന്നു. മൂസായും ഹാറൂനും ജാലവിദ്യക്കാരാണ്, ദൈവദൂതനൊന്നുമല്ല എന്നവർ വാദിച്ചു നോക്കി. ഭരണവർഗത്തെ തൃപ്തിപ്പെടുത്തുകയും വേണമല്ലോ. അവരുടെ ജാലവിദ്യ കൊണ്ട് നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുവാൻ അവർ രണ്ടുപേരും ഉദ്ദേശിക്കുന്നു. നിങ്ങളുടെ ഏറ്റവും ശ്രേഷ്ഠമായ മാർഗത്തെ തകർക്കുവാനും അവർ ഉദ്ദേശിക്കുന്നു. ആയത്ത് 64. അതുകൊണ്ട് നിങ്ങളുടെ തന്ത്രം നിങ്ങൾ ഏകകണ്ഠമായി തീർച്ചപ്പെടുത്തുക. പിന്നെ നിങ്ങൾ ഒരു അണിയായി വരികയും ചെയ്യുക. മികവ് നേടിയവരാണ് ഇന്ന് വിജയം പ്രാപിക്കുക. മൂസാ നബി അലൈഹിസ്സലാമയുടെ ഉപദേശം കൊണ്ട് അവരിൽ ചിലർക്കുണ്ടായ മനസ്സിളക്കം വലിയ ഫലം ചെയ്തില്ല. ഒരൊറ്റ അണിയായി വന്ന് ആളുകളുടെ കണ്ണു മയക്കുവാനുള്ള ഒരു സൂത്രമാണ് അവർ തീരുമാനിച്ചത്. മത്സരത്തിൽ ജയിച്ചാലുണ്ടാകുന്ന പ്രശസ്തിയും ഫിർഔന്റെ സമ്മാനങ്ങളും പദവികളും ലഭിക്കുന്ന പ്രതീക്ഷയും ജാലവിദ്യക്കാരെ പ്രലോഭിപ്പിച്ചു. ആയത്ത് 65. അവർ പറഞ്ഞു, മൂസ, ഒന്നുകിൽ നീ ഇടുക. പേജ് 1092. അല്ലെങ്കിൽ ഞങ്ങളാകാം ആദ്യമായി ഇടുന്നവർ. ആയത്ത് 66. മൂസ പറഞ്ഞു, എന്നാൽ നിങ്ങൾ ഇട്ടുകൊള്ളുക.
വഅസിയ്യുഹും യുഹയ്യലു ഇലൈഹി മിൻ സിഹ്രിഹിം അന്നഹാ തസ്ആ. അപ്പോഴതാ അവരുടെ ജാലവിദ്യയാൽ അവരുടെ കയറുകളും വടികളും ഓടുന്നതായി അദ്ദേഹത്തിന് തോന്നിപ്പോകുന്നു. ആയത്ത് 67. ഫഔജസ ഫീ നഫ്സിഹി ഖീഫതൻ മൂസ. അപ്പോൾ മൂസാക്ക് മനസ്സിൽ ഒരു ഭയം തോന്നി. ഈ കാഴ്ച കണ്ടപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമക്ക് മനസ്സിൽ പേടി തോന്നി. അസാധാരണവും ഭയാനകവുമായ കാഴ്ച യാദൃശ്ചികമായി ഉണ്ടാകുമ്പോൾ മനുഷ്യന്റെ പ്രകൃതിയാണത്. പക്ഷേ ആളുകൾക്ക് മനസ്സിലാകാതിരിക്കത്തക്കവണ്ണം മൂസാ നബി അലൈഹി സ്വലാം അത് മറച്ചു പിടിച്ചു. ആയത്ത് 68. ഖുൽനാ ലാ തഖഫ് ഇന്നക അൻതൽ അഅല. നാം പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, നിശ്ചയമായും നീ തന്നെയാണ് ഔന്നത്യം നേടുന്നവൻ. ജാലവിദ്യക്കാരുമായുള്ള ഏറ്റുമുട്ടലിൽ അവർ പറ്റേ പരാജയപ്പെടുകയും മൂസ അലൈഹിസ്സലാം വിജയിച്ചുയരുകയും ചെയ്യും. ഇവിടെ മൂസാ നബി അലൈഹിസ്സലാമയെ പറ്റി അൽ ആല എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അത് സ്വാഭാവികമാണ്. നിരുപാധികം അൽ ആല, അത്യുന്നതൻ എന്ന സ്ഥാനം അള്ളാഹുവിന് മാത്രമാണ് ഉള്ളത്. മനുഷ്യന് ആ പേര് പാടില്ല. ആയത്ത് 69. വഅൽഖി മാ ഫീ യമീനിക. നിന്റെ വലം കൈയിലുള്ളത് നീ ഇട്ടേക്കുക. തൽഖഫ് മാ സ്വനഉ. അവരുണ്ടാക്കിയതെല്ലാം അത് വിഴുങ്ങിക്കൊള്ളും. ഇന്നമാ സ്വനഉ കൈദു സാഹിർ. നിശ്ചയമായും അവർ ഉണ്ടാക്കിയത് ഒരു ജാലവിദ്യക്കാരൻ്റെ തന്ത്രം മാത്രമാകുന്നു. വലാ യുഫ്ലിഹു സാഹിറു ഹൈഥു അത. ജാലവിദ്യക്കാരൻ എവിടെ ചെന്നാലും വിജയിക്കുകയില്ല. ആയത്ത് 70. ഫഉൽഖിയ അസ്സഹറതു സുജ്ജദാ. അപ്പോൾ ആ ജാലവിദ്യക്കാർ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് താഴെ വീണു. ജാലവിദ്യക്കാർ ഇട്ടിട്ടുണ്ടായിരുന്ന വടികളും കയറുകളും പാമ്പുകളായപ്പോൾ ദൈവദൂതന്റെ സർപ്പം അവയെ വിഴുങ്ങി. ഇത് കേവലം ജാലവിദ്യയല്ലെന്ന് വിഭാഗത്തിന് ബോധ്യപ്പെട്ടു. ജാലവിദ്യ കൊണ്ട് തങ്ങളുടെ വടികളും കയറുകളും ഇല്ലാതാക്കാൻ സാധ്യമല്ല. മൂസായുടെ പാമ്പ് അവയെല്ലാം വിഴുങ്ങിക്കളഞ്ഞു. മത്സരത്തിന് മുമ്പ് ദൈവിക ദൃഷ്ടാന്തത്തെ തള്ളിക്കളഞ്ഞാലുണ്ടാകുന്ന ശിക്ഷയെപ്പറ്റി മൂസാ നബി അലൈഹിസ്സലാം താക്കീത് ചെയ്തതും അവർ ഒത്തിരിക്കണം. അവർക്ക് കാര്യം ബോധ്യപ്പെട്ടു. മനസ്സ് പെട്ടെന്ന് മാറി. ഇത് ദൈവിക ദൃഷ്ടാന്തം തന്നെ. അവർ സുജൂദിൽ വീണു. പേജ് 1093. ഖാലൂ ആമന്നാ ബിറബ്ബി ഹാറൂന വമൂസ. അവർ പറഞ്ഞു, ഹാറൂന്റെയും മൂസായുടെയും രക്ഷിതാവിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അവർക്ക് ബോധ്യപ്പെട്ട പരമാർത്ഥം മൂസാ അലൈഹിസ്സലാമയുടേത് ജാലവിദ്യയല്ല എന്നുള്ളത് അവരിൽ വലിയ പരിവർത്തനമുണ്ടാക്കി. അത് മറച്ചു പിടിക്കാൻ അവർക്ക് സാധ്യമായില്ല. അവരുടെ മനസ്സാക്ഷി അവരെ അതിന് നിർബന്ധിച്ചു. നിങ്ങളുടെ റബ്ബ് ഞാനാണ് എന്ന് അഹങ്കരിച്ചവനാണ് ഫിർഔൻ. ലോകരക്ഷിതാവിൽ വിശ്വസിച്ചു എന്നോ മറ്റോ പറയാതെ ഹാറൂന്റെയും മൂസയുടെയും രക്ഷിതാവിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് കാര്യം ഒന്നുകൂടി വ്യക്തമാക്കാനാണ്. ഫിർഔനെ പ്രകോപിപ്പിക്കുകയും ചെയ്തേക്കാം ആ പ്രയോഗം. അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നവരായി അവർ വീണു. ജാലവിദ്യക്കാരുടെ പെട്ടെന്നുള്ള ഈ മാറ്റം ഫിർഔനെ വല്ലാതെ ക്ഷോഭിപ്പിച്ചു. വിചിത്രമായ അനുഭവം. മൂസായെ പരാജയപ്പെടുത്താൻ തൻ്റെ സഹായികളായി വന്ന ജാലവിദ്യക്കാർ മൂസയുടെ അനുയായികളായി ആവുകയോ. ആയത്ത് 71. ഖാല ആമൻതും ലഹു ഖബ്ല അൻ ആദന ലക്കും. ഫിർഔൻ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ സമ്മതം തരുന്നതിന് മുമ്പ് അവനെ നിങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞെന്നോ. നോക്കുക, എന്തൊരു അഹങ്കാരം, എന്തൊരു ധിക്കാരം. ബോധ്യപ്പെട്ട പരമാർത്ഥം സമ്മതിച്ചു കൊടുക്കണമെങ്കിൽ അയാളുടെ സമ്മതം വാങ്ങണം പോലും. ഇന്നഹു ലകബീറുകുമുല്ലദി അല്ലമകുമുസ് സിഹ്ർ. നിശ്ചയമായും നിങ്ങളെ ജാലവിദ്യ പഠിപ്പിച്ച നിങ്ങളുടെ നേതാവ് തന്നെയാണ് അവൻ. നോക്കുക, മുലകുടി പ്രായം മുതൽ ഫിർഔന്റെ കൊട്ടാരത്തിൽ ജീവിച്ചു വളർന്ന് ഒരു യുവാവായി പിന്നെ നാടുവിട്ട് കുറെ കാലം വിദേശത്ത് കഴിഞ്ഞ് അടുത്ത കാലത്ത് നാട്ടിൽ വന്ന ആളാണ് മൂസ അലൈഹിസ്സലാം. ഈ ജാലവിദ്യക്കാരുമായി അദ്ദേഹത്തിന് പരിചയമില്ലെന്ന സത്യം ഫിർഔൻ അറിയാം. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. മൂസ ഇവർക്ക് ജാലവിദ്യ പഠിപ്പിച്ച ഗുരുനാഥനാണെന്ന്. മൂസായും നിങ്ങളും ഗൂഢാലോചന നടത്തി അവനെ ജയിപ്പിച്ചതാണ്. വല്ലാത്ത തന്ത്രം. പൊതുജനം അത് കേട്ട് മിണ്ടാതിരിക്കുകയും ചെയ്തു. മനുഷ്യരിൽ എന്നും കാണുന്ന ഒരു അവസ്ഥയാണിത്. അധികാരവും ശക്തിയുമുള്ള വലിയവന്മാർ പറഞ്ഞാൽ ഭൂരിപക്ഷവും അതിനെതിരെ പറയില്ല. ആകയാൽ തീർച്ചയായും ഞാൻ നിങ്ങളുടെ കൈകളും കാലുകളും ഒന്നൊന്നിനെതിരായി ഇടത്തെ കൈയും വലത്തേക്കാലും മുറിച്ചു കളയുക തന്നെ ചെയ്യും. ഈത്തപ്പന തടികളിൽ നിങ്ങളെ ഞാൻ ക്രൂശിക്കുകയും ചെയ്യുന്നതാണ്.
ഞങ്ങളിൽ ആരാണ് അതികഠിനവും നീണ്ടു നിൽക്കുന്നതുമായ ശിക്ഷ നൽകുന്നവനെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുകയും ചെയ്യും. ജാലവിദ്യക്കാർ മാറിയതുപോലെ ജനങ്ങളിൽ മറ്റാർക്കെങ്കിലും മാറ്റമുണ്ടായാൽ അപകടമാണ്. ആരെങ്കിലും മൂസായിൽ വിശ്വസിക്കാൻ മുന്നോട്ട് വന്നാൽ കഠിനമായ ശിക്ഷ കിട്ടുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ് ഫിർഔൻ. ആർക്കും അതിന് ധൈര്യം വരരുത്. വിശ്വസിക്കാതിരുന്നാൽ അള്ളാഹു ശിക്ഷിക്കുമെന്നാണല്ലോ മൂസ പറയുന്നത്. ആ ശിക്ഷയാണോ, എൻ്റെ ശിക്ഷയാണോ ഏറ്റവും കഠിനമെന്ന് ഞാൻ കാണിച്ചു തരുമെന്നാണ് ഫിർഔന്റെ ധിക്കാരം മൂത്ത താക്കീത്. ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 689, പേജ് നമ്പർ 1094, സൂറത്ത് ത്വാഹ ആയത്ത് 72. قالوا لن نؤثرك على ما جاءنا من البينات والذي فطرنا. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വന്നു കിട്ടിയ പ്രത്യക്ഷ തെളിവുകളെക്കാളും ഞങ്ങളെ സൃഷ്ടിച്ചവരെക്കാളും നിനക്ക് ഞങ്ങൾ മുൻഗണന നൽകുകയേയില്ല. അതിനാൽ നീ വിധിക്കുന്നതെന്തോ അത് വിധിച്ചുകൊള്ളുക. ഇന്നമാ തഖ്ദി ഹാദിഹിൽ ഹയാത്ത ദുനിയ. ഈ ഇഹലോക ജീവിതത്തിൽ മാത്രമല്ലേ നീ വിധിക്കുകയുള്ളൂ. നീ എന്ത് വിധിച്ചാലും എന്ത് ശിക്ഷ നടപ്പാക്കിയാലും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട സത്യം ഉപേക്ഷിക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല. നീ പറഞ്ഞതിനേക്കാൾ കടുപ്പമേറിയ നിലയിൽ വിധിച്ചാലും വിരോധമില്ല. അതൊക്കെ അനുഭവിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഏതായാലും നിന്റെ വിധി ഇഹലോകത്തിൽ മാത്രമല്ലേ നടപ്പുള്ളൂ. ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് പരലോകത്തെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അതിൽ യാതൊരു കുഴപ്പമുണ്ടാക്കാൻ നിനക്ക് സാധ്യമേയല്ല. ഈ ലോകത്തെ രക്ഷയോ ശിക്ഷയോ സുഖമോ ദുഃഖമോ ഒന്നും ഞങ്ങൾ കാര്യമാക്കുന്നില്ല എന്നൊക്കെ വിശ്വാസികളായി തീർന്ന ആ ജാലവിദ്യക്കാർ തികഞ്ഞ ആർജവത്തോടെ വ്യക്തമാക്കി. ആയത്ത് 73. ഇന്നാ ആമന്നാ ബിറബ്ബിനാ. നിശ്ചയമായും ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു. ലിയഗ്ഫിറ ലനാ ഖത്വായാനാ വമാ അക്റഹ്തനാ അലൈഹി മിനസ് സിഹ്ർ. ഞങ്ങളുടെ പാപങ്ങളും നീ ഞങ്ങളെ നിർബന്ധിച്ച് ചെയ്യിച്ച ജാലവിദ്യയും ഞങ്ങൾക്ക് പുറത്തു തരുന്നതിന് വേണ്ടി പ്രവാചകനെതിരിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാനായി ഞങ്ങൾ കാണിച്ച ജാലവിദ്യ ഫിർഔന്റെ കൽപ്പന പ്രകാരമാണെങ്കിലും ആ ധിക്കാരവും പാപവും പുറത്തു തരാൻ റബ്ബിനോട് തേടുന്നു. വല്ലാഹു ഖൈറുൻ വഅബ്ഖ. അല്ലാഹു ആകുന്നു ഏറ്റവും ഉത്തമനും ഏറ്റവും ശാശ്വതനും. മറ്റേതൊരുവന്റെയും നന്മ അള്ളാഹു ദാനം ചെയ്തതാകുന്നു. മറ്റെല്ലാവരും നശിച്ചാലും അള്ളാഹു ബാക്കിയാകുന്നതാണ്. മറ്റെല്ലാവരുടെയും നിലനിൽപ്പ് അള്ളാഹുവിൻ്റെ കയ്യിലത്രേ. ആയത്ത് 74. ഇന്നഹു മൻ യഅതി റബ്ബഹു മുജ്രിമ. നിശ്ചയമായും കുറ്റവാളിയായിരിക്കുന്ന അവസ്ഥയിൽ ആര് അള്ളാഹുവിൻ്റെ മുന്നിൽ വരുന്നുവോ ഫഇന്ന ലഹു ജഹന്നം. തീർച്ചയായും നരകം അവനുള്ളതാകുന്നു എന്നതാണ് കാര്യം. ലാ യമൂതു ഫിഹാ വലാ യഹ്യ. അതിലവൻ മരിക്കുകയില്ല, ജീവിക്കുകയുമില്ല. ഒരു കാലത്തും മുറിഞ്ഞു പോകാത്ത കഠിനമായ ശിക്ഷ. ഒരു കാലത്തും മുറിഞ്ഞു പോകാത്ത കഠിനമായ ശിക്ഷ. അതായത് കുറ്റവാളിയായിട്ട് റബ്ബിൻ്റെ അടുത്തെത്താന്ന് പറഞ്ഞാൽ കുറ്റവാളിയായ അവസ്ഥയിൽ ഈമാനില്ലാതെ ശിർക്കോടുകൂടി മരിച്ചു പോകുന്ന ആളെ പറ്റിയാണ് പറയുന്നത്. പരലോകത്ത് ആ അവസ്ഥയിലുള്ള ആൾ. പേജ് നമ്പർ 1095, ആയത്ത് 75. സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് സത്യവിശ്വാസിയായിരിക്കുന്ന അവസ്ഥയിൽ ആരെങ്കിലും അള്ളാഹുവിങ്കൽ വരുന്ന പക്ഷം അത്യുന്നതമായ പദവികൾ അവർക്കുള്ളതാകുന്നു. ആയത്ത് 76. ജന്നാതു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. താഴ്ഭാഗത്തു കൂടി നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സുഖവാസത്തിന്റെ തോട്ടങ്ങൾ. ഖാലിദീന ഫിഹാ. അവയിൽ അവർ ശാശ്വതരായി. അതാണ് വിശുദ്ധി നേടിയവർക്കുള്ള പ്രതിഫലം. അവിശ്വാസം, ദുസ്വഭാവം, ദുർനടപ്പ്, അഴിഞ്ഞാട്ടം, അക്രമം ഇവയിൽ നിന്നെല്ലാം മനഃപൂർവ്വം ഒഴിവായി സത്യവിശ്വാസം, സൽസ്വഭാവം, സദാചാരം, സംസ്കരണം ഇവ കൈക്കൊണ്ട നല്ല മനുഷ്യർക്കുള്ള പ്രതിഫലം മേൽപ്പറഞ്ഞ തോട്ടങ്ങളാകുന്നു. ജാലവിദ്യക്കാർ വിശ്വാസികളായതോടെ ഇസ്രായേല്യർക്ക് മുൻതൂക്കം ലഭിച്ചു. മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനെയും കൂട്ടരെയും വിശ്വാസത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നുവെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല. ഒടുവിൽ അവരെ അള്ളാഹു ശിക്ഷിക്കാൻ തീരുമാനിച്ചു.